കേരളത്തിലെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി നടു റോഡിൽ വെച്ച് തന്നോട് അപമര്യാദയായി പെരുമാറുകയും തന്നെ അശ്ലീല ചേഷ്ടകൾ കാണിച്ച് പരിഹസിക്കുകയും ചെയ്ത ഒരു KSRTC ഡ്രൈവറെ വാഹനമോടിച്ച് ഓവർടേക്ക് ചെയ്ത് ബസ് തടഞ്ഞ് വലിച്ചിറക്കി കൈകാര്യം ചെയ്താൽ എന്താകും കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രതികരണം? എന്താകും സർക്കാരിൻ്റെ പ്രതികരണം? സാധാരണ നിലയിൽ പോലീസ് എത്തും, യുവതിയുടെ പരാതി പ്രകാരം ഡ്രൈവർക്കെതിരെ കേസെടുക്കും. ബസ് ബലം പ്രയോഗിച്ച് തടഞ്ഞതിനും അങ്ങനെ യാത്രാ തടസ്സം ഉണ്ടാക്കിയതിനെങ്കിലും യുവതിക്കെതിരെയും കേസെടുക്കും. കോർപ്പറേഷനും സർക്കാരും ഡ്രൈവറെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഡ്രൈവറുടെ സംഘടനക്കാർ ഒരുപക്ഷെ മിന്നൽ പണിമുടക്ക് പോലും നടത്തും. പ്രതിഷേധം തീർച്ചയായും ഉണ്ടാകും, ഒരു സംശയവുമില്ല. ഇത്തരം പെരുമാറ്റങ്ങൾ മിക്കവാറും കണ്ടിട്ടുള്ള ജനം യുവതിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. എന്നാൽ സമാനമായ സംഭവം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായിട്ട് ജനം ആ യുവതിക്കെതിരെയും ഡ്രൈവർക്ക് അനുകൂലമായും നിന്നു. എന്തുകൊണ്ട്? തിരുവനന്തപുരത്തെ CPM മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി MLA സച്ചിൻ ദേവും സംഘവുമാണ് KSRTCയിലെ ദിവസക്കൂലിക്കാരനായ ഒരു ഡ്രൈവറുമായി ഏറ്റുമുട്ടി വല്ലാതെ പരിക്കേറ്റ് നിൽക്കുന്നവർ. അവരാണ് ഈ സംഭവത്തിലെ വില്ലൻ. നമുക്കറിയാം, ഒരു വിവാഹ വിരുന്ന് കഴിഞ്ഞ് സ്വന്തം കാറിൽ സഞ്ചരിച്ചിരുന്ന ആര്യയും സംഘവുമാണ് ഡ്രൈവറുമായി ഉടക്കിയത്. അത് നമ്മളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടതാണ്. തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്. പട്ടത്ത് ആര്യയുടെ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിലും ഡ്രൈവർ ആംഗ്യം കാണിച്ചുവെന്നും പറഞ്ഞാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുൻപിൽ വെച്ച് ആര്യയും ഭർത്താവും അടങ്ങുന്ന സംഘം അവർ സഞ്ചരിച്ചിരുന്ന കാറ് ഇടതുവശത്തൂടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിന് കുറുകെ ഇട്ട് തടയുകയും ഡ്രൈവറുമായി ഉടക്കുകയും ചെയ്തത്. ഇതെല്ലാം നമ്മൾ വീഡിയോയിലൂടെ, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. ഡ്രൈവറുടെ നേരെ കുപിതയായ ആര്യ ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? ഇല്ല, അയാൾ മറുപടി പറഞ്ഞു. തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് പോലും അറിയാം ഞാൻ ആരാണെന്ന്. അങ്ങനെയാണ് ആര്യ പറഞ്ഞത്. പിന്നീട് സ്വയം വെളിപ്പെടുത്തി, ഞാൻ ഇവിടുത്തെ മേയറാണ്. അത് കേട്ട ഡ്രൈവർ പറഞ്ഞു, ആരായാലും എനിക്കൊന്നുമില്ല, എല്ലാ മാസവും ശമ്പളം തന്നിട്ട് ഇതൊക്കെ പറഞ്ഞെങ്കിൽ നന്നായിരുന്നുവെന്ന്. അപ്പോൾ അവിടെ വെച്ച് അയാളുടെ ആ മറുപടിയിൽ തന്നെ അറിയാം അയാളുടെ ഹുങ്കും അയാളുടെ ആ അഹങ്കാരവും. ഇവിടെ പരാക്രമം കാണിച്ച സാധാരണ യുവതി മേയറായതുകൊണ്ടാണ് ജനം അവർക്കെതിരായത്. മാത്രമല്ല ഒരു CPM കാര്യമാണ്. ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തേക്കാവുന്ന ഒരു സാധാരണ യുവതിക്ക് കിട്ടാവുന്ന സംരക്ഷണങ്ങൾ പോലും ജനങ്ങളിൽ നിന്ന്, അതായത് പ്രതിപക്ഷങ്ങളിൽ നിന്നും ആര്യയ്ക്കും ഭർത്താവിനും ലഭിക്കുന്നില്ല. യാത്രാ തടസ്സമുണ്ടാക്കിയ മേയർക്കും സംഘത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. ഡ്രൈവർ യദു സമൂഹ മാധ്യമങ്ങളിൽ വലിയ യോദ്ധാവായി, പോരാളിയായി. ഡ്രൈവർ അവരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചിട്ടും സമൂഹം അവരുടെ കൂടെ നിന്നില്ല. അങ്ങനെ ഉണ്ടായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. ഡ്രൈവറുടെ വാക്കുകളാണ് അവിടെ വിശ്വസിച്ചത്, അല്ലാതെ മേയർ പറഞ്ഞത് അവിടെ വിശ്വസിച്ചില്ല. മേയർ പറഞ്ഞ ന്യായങ്ങളെല്ലാം സത്യമല്ലെന്ന് തെളിയിക്കാനാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. അവർക്കും ഭർത്താവിനും അവരെ പിന്താങ്ങുന്ന പാർട്ടിക്കും സർക്കാരിനും വലിയ പരിക്കുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനാണ് മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നത്. ആ ഒരു ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. തങ്ങൾക്ക് സൈഡ് തന്നില്ലെന്ന് മാത്രമല്ല, അലക്ഷ്യമായി ഓടിച്ച 1-2 വണ്ടികളിൽ തട്ടാതെ തട്ടിയാണ് ബസ് പോയതെന്നും ആര്യ വെളിപ്പെടുത്തിയിട്ടും അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചു എന്ന് പരിശോധിക്കുന്നതിനുള്ള ബസ്സിലെ മെമ്മറി കാർഡിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളും പോലീസും. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സോളാർ കേസിലെ മെമ്മറി കാർഡ് തപ്പി കോയമ്പത്തൂരിൽ പോയ രംഗം ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായി കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ മെമ്മറി കാർഡ് തപ്പി ഇറങ്ങുമ്പോൾ അത് കാണാഞ്ഞത് മേയറെ സഹായിക്കാനായി അതാരോ മുഖ്യതെന്നാണ് സാധാരണക്കാർ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുള്ളൂ. അത് ചിലപ്പോൾ പാർട്ടിക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ യൂണിയൻകാരായിരിക്കാം, ആരോ ആവട്ടെ. അവരെടുത്ത് മേയറെ സഹായിക്കാൻ വേണ്ടി എടുത്ത് മാറ്റിയെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇനി മെമ്മറി കാർഡ് തിരിച്ചു കിട്ടിയാലും അതിൽ മേയർ പറഞ്ഞതുപോലുള്ള ആംഗ്യം കാണിക്കൽ ഉണ്ടായാൽ പോലും ജനം കണ്ണടച്ച് വിശ്വസിക്കില്ല. ഡ്രൈവർ ലെക്ക് കെട്ട് ഓടിച്ചു എന്ന ഒരു പരാതിയും ഒരു യാത്രക്കാരനും നടത്തിയിട്ടില്ല. മേയർ പറയുന്നത് പോലെ മറ്റു വാഹനങ്ങളിൽ തട്ടാൻ പോയോ എന്നൊക്കെ നിരത്തിലാകെയുള്ള നിർമ്മിത ബുദ്ധി, അതായത് AI ക്യാമറകളും CCTV ദൃശ്യങ്ങളും സത്യം പറയില്ലേ എന്നാണ് ഡ്രൈവർ ചോദിക്കുന്നത്. അപ്പോഴും ഡ്രൈവറുടെ ഭാഗത്താണ് ജനം. ഡ്രൈവർ പറയുന്നത് കൈയടിക്കുകയാണ്.
സംഭവം വിവാദമായപ്പോൾ തങ്ങൾ ബസ് തടഞ്ഞിട്ടില്ലെന്നും സിഗ്നൽ നിർത്തിയപ്പോൾ ഡ്രൈവറോട് സംസാരിക്കുകയായിരുന്നുവെന്നുമാണ് മേയർ പറയുന്നത്. ബസ്സിലുണ്ടായിരുന്ന 12 ദീർഘദൂര യാത്രക്കാരെ യാത്ര പൂർത്തിയാക്കുന്നതിന് മുൻപ് ബസ്സിൽ നിന്ന് ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA നിർബന്ധിച്ച് ഇറക്കി വിട്ടെന്നാണ് മറ്റൊരു ആരോപണം. പക്ഷേ അത് സംബന്ധിച്ച് വീഡിയോകളൊന്നും പുറത്തു വന്നതായി കണ്ടില്ല. അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ ഒന്നും അങ്ങനെ ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരവും ഫോൺ നമ്പറും കോർപ്പറേഷൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് ഇതിനെല്ലാം സത്യാവസ്ഥ കോർപ്പറേഷന് മനസ്സിലാക്കാവുന്നതാണ്. അത് യാത്രക്കാരെ വിളിച്ച് ചോദിച്ച് അതിലെല്ലാം തെളിവെടുപ്പ് നടത്താവുന്നതാണ്. തൊഴിലാളികളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും MLAയും ആയതുകൊണ്ടാണോ, രാഷ്ട്രീയ വിരോധം കൊണ്ടാണോ ഇവരെ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്നത്? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. യദു നേരത്തെ സ്വകാര്യ ബസ് ഓടിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇയാളൊരു പക്ക ക്രിമിനലാണ്. അത് തെളിയിക്കാൻ വ്യക്തമായ കോടതി രേഖകളുമുണ്ട് ഇവിടെ. പക്ഷേ ഇതൊന്നും കാണാനോ അന്വേഷിക്കാനോ ഒരു മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും തയ്യാറാകുന്നില്ല. പകരം ഒരു ക്രിമിനലിനെ സഹായിക്കാനും യോദ്ധാവിൻ്റെ പരിവേഷം കൊടുക്കാനുമാണ് ശ്രമിക്കുന്നത്. ഒരു യുവതിയോട് ഒരു KSRTC ഡ്രൈവർ കാണിച്ച ഹീനമായ പ്രവൃത്തി എന്നതിൽ നിന്ന് CPMലെ 2 യുവ നേതാക്കളുടെ അഹങ്കാരത്തിന് ദിവസക്കൂലിക്കാരനായ ഒരു യുവ പിതാവ് ബലിയാടാക്കപ്പെടുന്നു എന്ന ചിന്തയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ മേയറും ഭർത്താവും വല്ലാതെ ആക്രമിക്കപ്പെടുന്നു. അതാണ് ഈ വിഷയത്തെ വളരെ ഗൗരവമുള്ളതാക്കുന്നത്.